ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ ചൂരൽമല മുണ്ടക്കയം. ഞങ്ങൾ ഫസ്റ്റ് ചെന്നവിടെ തന്നെ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. അവിടെ കൂടി നിന്ന് ഒരുപാട് ആളുകൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ എല്ലാവരുടെയും മരണപ്പെട്ടൊരു ഫോട്ടോസ്, ചെറിയ മക്കളും എന്താ പറയുക, അവരുടെ മാതാപിതാക്കളും സഹോദരിമാരും എത്ര എണ്ണാന്നൊരു കണക്കില്ല. അത്രക്കും ആളുകൾ ആ ഒരൊറ്റ രാത്രി കൊണ്ട് എന്താ പറയുക ഇല്ലാണ്ടായത്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മളെ വീടും നാടും എല്ലാം നഷ്ടമായൊരവസ്ഥ. എന്താലേ. അവിടെ കൂടിയെന്നൊരാൾ പറഞ്ഞു ഇനിയും എത്രയോ ആളുകളെ എന്താ പറയുക അതിൻ്റെ മണ്ണിൻ്റെ ചോട്ടിലുണ്ട്, കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ആ മലയുടെ ഞാൻ കാണിച്ച ഈ മലയില്ലേ, അതിൻ്റെ ഒരു പകുതി ഭാഗം എന്താ പറയുക ഉരുൾ പൊട്ടിയിട്ടാണ് അത്രയും ആളുകൾ മരണപ്പെട്ടതും അവരുടെ വീടും പള്ളി മദ്രസ ഒക്കെ നഷ്ടമായത്. ഒരു മലയുടെ പകുതി ഭാഗം പൊട്ടിയപ്പോഴത്തേനാണ് അത്രയും ദുരിതം അവിടെ സംഭവിച്ചത്. ഇന്നലക്കൊക്കെ നമ്മളെ ചൂരൽമല ഉരുൾ പൊട്ടിയിട്ട് 2 വർഷമായി. ഇന്നലെ ആയിരുന്നു 2ാമത്തെ ആണ്ട്. ആ മലയുടെ മുഴുവനൊക്കെ പൊട്ടിണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, പടച്ചോൻ കാക്കട്ടെ. ചെറിയൊരു ഭാഗം പൊട്ടിയപ്പോൾ എത്ര ദുരിതം അവിടെ സംഭവിച്ച് കാണുമ്പോൾ തന്നെ എന്തോരം വിഷമിച്ചിട്ടാണ്. അവിടുത്തെ മക്കളൊക്കെ ഫോട്ടോ കാണുമ്പോഴും അവിടുത്തെ വീടുകളൊക്കെ അടിയിൽ പെട്ടതും. അവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ നിരന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നാണ് അവിടെ നിന്ന ആൾ ഞങ്ങളോട് പറഞ്ഞത്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമമൊന്നും പറഞ്ഞാലും പോരാ കേട്ടോ. പിന്നെ അവിടുന്ന് അവർക്ക് കുറേ ആളുകൾക്ക് വീടൊക്കെ വെച്ചു കൊടുത്ത സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷെ അവിടേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. ഇപ്പോൾ കുറച്ചായിട്ട് ആർക്കും അങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തിയ കാരണം അങ്ങോട്ട് ആർക്കും ഇപ്പോൾ വലിയ പെർമിഷൻ ഇല്ല എന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ വീടുകളൊക്കെ ദൂരെ നിന്ന് കണ്ടു കേട്ടോ. ഉണ്ടാക്കി കൊടുത്ത വീടുകളൊക്കെ നല്ല വീടുകൾ, അവിടെ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു. പക്ഷെ അടുത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. എത്രയായാലും വീട് കിട്ടിയാലും അവർക്ക് നഷ്ടപ്പെടാനൊക്കെ നഷ്ടപ്പെട്ടില്ലേ. നമുക്കിനി എത്ര വീട് കിട്ടിയാലും എത്ര പണം കിട്ടിയാലും നമ്മളുടെ കൂടെപ്പിറപ്പോൾ നമ്മളെ കൂടെ ഇല്ല. ഈ മക്കൾ, ഭർത്താവ്, മാതാപിതാക്കൾ അവരൊന്നുമില്ല. നമുക്ക് കുറേ വീടും പണം കിട്ടി നമുക്കൊരു കാര്യമില്ല. നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടായില്ലേ നമുക്ക് ജീവിതം സന്തോഷമുള്ളൂ. എന്ത് സന്തോഷമല്ലേ ആ ജീവിതത്തിലൊക്കെ ഉള്ളത്. മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതലും വയനാട്ടിൽ തന്നെയാണ് കൂടുതലും മഴ ഉള്ളതും. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര എന്താ പറയുക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ പോയൊരു സ്ഥലം തന്നെയാണ് മേപ്പാടി. അവിടെ ഈ അടുത്തായിട്ടാണ് ഉരുൾ പൊട്ടിയിട്ട് എന്താ പറയുക ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതും ആളുകൾ മണ്ണിൻ്റെ ചോട്ടിൽ പെട്ടതൊക്കെ ആയിട്ട് ഭയങ്കര ദുരിതമുള്ളൊരു സ്ഥലമാണ് നമ്മളെ വയനാടൊക്കെ. മഴക്കാലത്തൊക്കെ എന്താ പറയുക യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ സേഫ് നോക്കുക. നമ്മൾ സുരക്ഷിതമായിരിക്കുക. മാക്സിമം ഈ മഴക്കാലത്തൊന്നും ആരും വയനാട്ടിലോട്ടൊന്നും യാത്ര ചെയ്യാതിരിക്കുക. ഞങ്ങൾ രാവിലെ ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു, പെരും മഴയായിരുന്നു വയനാട്ടിൽ കേട്ടോ. ഏകദേശം ഒരു ഉച്ചക്ക് ഒരു 12:30-1 മണിയുടെ അടുത്ത് വരെ നല്ല മഴ പെയ്തിട്ടുണ്ട് വയനാട്ടിൽ. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ മഴ കുറഞ്ഞു വന്നത്. ചെറുതായിട്ട് ഇങ്ങനെ വെയിലൊക്കെ വരാൻ തുടങ്ങിയത് ഞങ്ങൾ പോയ സമയത്ത്. ഇതാ മലയുടെ മുകളിൽ, ഈ മല ഇറങ്ങുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. നമ്മൾ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വലിയ ബസ്സും ലോറിയും അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ വണ്ടി സ്ലോ ആയ സമയത്ത് എടുത്താണ് ഈ വെള്ളച്ചാട്ടത്തിനൊക്കെ വീഡിയോ കേട്ടോ. ഭയങ്കര സ്ലോവിലായിരുന്നു വണ്ടി പോയിരുന്നത്. ആ സമയത്ത് എടുത്താണ് ഈ വീഡിയോ ഒക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മഴയുള്ള സമയത്ത് മാക്സിമം നമ്മൾ യാത്ര കുറക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞുകൂടാത്ത യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ പോലത് ഈ ട്രിപ്പൊക്കെ അധികേറും ഈ മഴയുള്ള സമയത്തൊക്കെ നല്ല വഴുക്കലുള്ള സമയമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ മാക്സിമം ഒഴിവാക്കുക. അത്രയ്ക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ ചൂരൽമലയിലെ ദുരന്തം കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ ഞാൻ വയനാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു, അത് ഇട്ടുന്നുള്ളൂ.